പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചു തകർക്കുന്ന പുതിയ വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഹെഡ് ഓഫ് ഇറാന്റെ പാർലമെന്റ് തലവൻ ഇപ്പോൾ, അതായത് മെഹ്ദി റഹീമി നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം, ഒരു വെളിപ്പെടുത്തൽ, അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിന്റെ കോട്ടക്കൊത്തളങ്ങളെ വിറപ്പിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല. അവർ പറയുന്നത് ഇപ്പോൾ മക്ക ഉടമ്പടിയിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു ഇറാന് എന്നതാണ്. കൂടുതൽ വിശദീകരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഇറാന്റെ പാർലമെന്റ് ഹെഡാണ് ഈ കാര്യം പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു പ്രസക്തമായ കാര്യമാണ്. അതായത് സൗദി അറേബ്യയും തുർക്കിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ചേർന്നുകൊണ്ടുണ്ടാക്കിയ മക്ക എഗ്രിമെന്റ്, അതായത് ഒരു രാഷ്ട്രത്തെ ആക്രമിച്ചാൽ ഈ രാഷ്ട്രങ്ങളെ എല്ലാം ആക്രമിക്കുന്നത് തുല്യമായി കണക്കാക്കും, ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ ചെറുത്തു തോൽപ്പിക്കും എന്നതാണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ഭാഗ്യം. എന്നാൽ ആ ഒരു കരാർ, അതിന്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ അത് ഇറാനെതിരെ ആയിരിക്കും ഈ സഖ്യം വരുന്നത്, സുന്നി സഖ്യമാണ് എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് അവർക്കെതിരെയല്ല, ഇസ്രയേലിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള അമിതമായ കടന്നുകയറ്റങ്ങളെ ചെറുക്കാനുള്ള പുതിയ ഒരു നീക്കമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അത് വെളിപ്പെടുകയാണ്. കാരണം ഈ സഖ്യത്തിലേക്ക് ഇറാന് ക്ഷണം ലഭിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത വരുന്നത്. ഇറാൻ അതിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊരു സുന്നി മാത്രമായിട്ടുള്ള ഒരു സഖ്യം അല്ല എന്നത് വ്യക്തമാണ്. മാത്രമല്ല ഇറാനെതിരെയുമല്ല, നേരെ മറിച്ച് ഇറാന്റെയും തുർക്കിയുടെയും പാകിസ്ഥാന്റെയും എല്ലാം ശത്രുവായ ഇസ്രയേലിന് എതിരെയാണ് ഈ നീക്കം എന്നതിൽ സംശയമില്ല. എന്തായിരുന്നാലും അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത വരുന്നത്, ബംഗ്ലാദേശും ഇതിൽ ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, അവരും അതിൽ ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇങ്ങനെ പോകുമ്പോൾ ധാരാളം അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിലേക്ക് അംഗമാകുന്നതോടുകൂടെ തന്നെ നാറ്റോ, യൂറോപ്പിന്റെ നാറ്റോ സഖ്യത്തിന് വിരുദ്ധമായ ഒരു വൻ ശക്തിയായി ഇവിടെ മാറുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു വാർത്ത മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം മാറാൻ പോകുന്നു എന്ന സൂചനയാണ്. അബ്രഹാം കരാറിലൂടെ അറബ് രാഷ്ട്രങ്ങളെയെല്ലാം ആ ഒരു കരാറിന് കീഴിൽ എത്തിച്ചുകൊണ്ട് പുതിയൊരു മിഡിൽ ഈസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു ട്രംപും അതുപോലെ നെതന്യാഹുവും ശ്രമിച്ചിരുന്നത് എങ്കിൽ ആ കരാറിന് പ്രസക്തിയില്ല. അതെല്ലാം ഇപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക്, കാലത്തിന്റെ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അതേസമയം ഇറാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ വലിയ കോളിളക്കം മിഡിൽ ഈസ്റ്റ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തര ഫലങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അനന്തര ഫലങ്ങൾ, അതിന്റെ പ്രതിധ്വനികൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഒരു പുതിയ സഖ്യം സ്ഥാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, സൗദി അറേബ്യ യമനിൽ ഹൂത്തികളുമായി പോരാടുന്ന ഈ ഘട്ടത്തിലും എന്തുകൊണ്ട് ഇറാനുമായി ഒരു സഖ്യത്തിലേക്ക്, ഒരു പുതിയ സഖ്യത്തിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ സൗദി അറേബ്യ അടക്കമുള്ള ഈ സഖ്യം താല്പര്യം പ്രകടിപ്പിക്കുന്നു, അവർക്ക് അതിലേക്കുള്ള ക്ഷണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇവരുടെ മുന്നിൽ ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ സഖ്യത്തിന്റെ വലിയ പ്രത്യേകത, വലിയ സമ്പന്ന രാഷ്ട്രമായ, എണ്ണ കൊണ്ട് സമ്പന്നമായ സൗദി അറേബ്യയുണ്ട്. ആധുനിക ഡ്രോൺ സംവിധാനങ്ങളിലും മറ്റു അത്യാധുനിക ടെക്നോളജികളിലും വലിയ രൂപത്തിൽ പുരോഗതി പ്രാപിച്ച യൂറോപ്പിലെ രണ്ടാമത്തെ ശക്തി എന്ന് പറയാവുന്ന തുർക്കി അതിലുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാമത്തേത് ഏക മുസ്ലിം ആണവ ശക്തിയായ പാകിസ്ഥാൻ അതിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ സഖ്യത്തെ ലോകം ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ സഖ്യം ഇപ്പോൾ വ്യാപിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ദിവസം മുമ്പാണ് സിറിയ ഈ സഖ്യത്തിൽ ചേരുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. ഇസ്രയേലല്ല ഞങ്ങൾ ഏത് സഖ്യത്തിനൊപ്പം നിൽക്കണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത്, അത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്ന സിറിയയുടെ വിദേശകാര്യ മന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിൽ സംശയമില്ല.